മതം എടുത്തിടും. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താണ് വർഗീയ ശക്തികളുടെ ഒരു തേരോട്ടമായിരിക്കും. ഈ കേരളത്തിൽ BJP ശക്തിപ്പെട്ടിട്ട് ഒരു 10-15 കൊല്ലമായി. ഈ BJP കാരണം തകർക്കപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളി കേരളത്തിലുണ്ടോ? തകർക്കപ്പെട്ട അല്ലെങ്കിൽ BJP കാരണം വംശഹത്യ ചെയ്തപ്പെട്ട് അങ്ങനെയല്ല അവർ പറഞ്ഞത്. BJP വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വംശഹത്യ നടത്തും. BJP വന്നു കഴിഞ്ഞാൽ മറ്റു മതക്കാരെല്ലാം ഇവിടുന്ന് പുറത്താക്കപ്പെട്ട ഒരാളുടെ പേര് പറ. എന്തിന് CA കൊടുത്തിട്ട് പാകിസ്ഥാനുള്ള ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു ക്രൈസ്തവനോ ഒരു ബുദ്ധിസ്റ്റോ ഒരു ഹിന്ദുവോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ തിരുവല്ലയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഒരു ഉദാഹരണം പറ. ഇതിലാണ് എനിക്ക് വിഷമമുള്ളത്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഡിബേറ്റ് നടത്താൻ ഇവരാരും തയ്യാറാവില്ല. തീർച്ചയായും ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന ഒരു അജണ്ട മുമ്പോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന പാനലിൽ പോലും മറ്റുള്ളവർ വന്നിട്ട് വികസനം ചർച്ച ചെയ്യേണ്ട, നമുക്ക് വർഗീയത ചർച്ച ചെയ്യാം, മതം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ആ ചാനൽ ഡിസ്കഷനൊക്കെ കൊടുക്കും. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ BJP ഇനി ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. ജനങ്ങൾ ഇത് അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായിട്ട് അതുകൊണ്ട് വികസനത്തെ ചർച്ച ചെയ്യും. അതുകൊണ്ട് BJP യുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ പെർസെപ്ഷൻ മാറിയിട്ട് BJP എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ പാർട്ടിയാണ്